ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പച്ചക്കറി കൃഷിയുടെ വീഡിയോ ഇപ്പോൾ ഒരുപാടായാലും കണ്ടിട്ടില്ലേ, ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇത് ഇടയിലൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നിച്ചെടുത്താണ്, ഇത് ഒരു ദിവസത്തെ മാത്രം വീഡിയോ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ടാ. നമുക്ക് കൃഷി അധികം നമുക്ക് കിട്ടായാലും കിട്ടിയില്ലെങ്കിലും അതിൽ പോയി നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം സമാധാനമാണ്. അപ്പോൾ ചിലപ്പം കേടുണ്ടാവും, ചിലപ്പം അത് നന്നാവും, അങ്ങനെയൊക്കെയാണ് സംഭവം. പിന്നെ പച്ചമുളകൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ട് മരങ്ങളൊക്കെ കേട് വന്ന് ഇനിയിപ്പോൾ തെയ്യോളൊക്കെ നന്നായി കിട്ടിയെങ്കിലായി, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ പച്ചമുളകിന് പിന്നെ മുഞ്ഞ അതൊക്കെ വരുന്നതിനൊക്കെ ഞാൻ ഓരോ ടിപ്സൊക്കെ പറഞ്ഞു തന്നിരുന്നല്ലോ. പിന്നെ അതുപോലെ തന്നെ കേട്ടോ, മുഞ്ഞക്ക് ഞാൻ ഇതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ സോപ്പും കൂടിയും വെളുത്തുള്ളി ചതച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ കൊണ്ട് വെച്ചിട്ട് നല്ല കുത്തി ചതച്ചിട്ട് വെള്ളം ഒഴിച്ച് വെക്കുക. അതിൽ മഞ്ഞൾപ്പൊടിയും ലേശം ഇടുക. പിന്നെ നമ്മൾ സോപ്പിൻ്റെ എന്തെങ്കിലും ലിക്വിഡ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നമ്മൾ ഒരു കുടം വെളുത്തുള്ളിക്കൊക്കെ ആണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ പിന്നെ അതൊരു 2-3-4 ലിറ്റർ ആക്കിയിട്ട് ഇങ്ങനെ തെളിച്ച് കൊടുത്താൽ മതി കേട്ടോ. മുന്നൊക്കെ വേഗം പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയിരുന്നു. അതുപോലെ ഓമക്കായൻ്റെ ഇല വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം തന്നെ എടുത്തിട്ട് അതിൽ കുറച്ച് ഇതുണ്ടല്ലോ വേപ്പെണ്ണ, അതും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതുപോലെ ഒരു കപ്പിലൊക്കെ ആക്കി വെച്ചാൽ അത് ഒരു 4-5 കപ്പാക്കിയിട്ട് നേർപ്പിച്ചിട്ട് അതുപോലെ തന്നെ ഒഴിച്ച് കൊടുത്ത് നല്ല അടിച്ചു കൊടുക്കട്ടെ. അങ്ങനെയൊക്കെ ചെയ്താലൊക്കെ ഇങ്ങനെ പ്രാണികളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ മാറട്ടെ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പ്രാണികളായ ശല്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ പരീക്ഷണങ്ങളിലൂടെയൊക്കെ പിന്നെ നമ്മൾ ഒന്നുകൊണ്ട് കേട് വന്നത് വേണ്ടാന്നുണ്ട് ആലോചിച്ച് നിന്നാൽ നമ്മളൊന്നും ചെയ്യൂല, അത് 100% ശരി. പിന്നെ ഒന്നും കൂടി ചെയ്ത് നോക്കട്ടെ എന്നിട്ട് പിന്നെ അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാവും. അപ്പോൾ അങ്ങനെ വേണം നമുക്ക് ഉണ്ടാക്കണം എന്ന് തോന്നും. പിന്നെ നമ്മൾ വല്ല കൃഷി നമ്മൾ വെക്കാനും ഇതാക്കാനും എന്നുള്ള കൃഷിക്കാരൊന്നുമല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുക, അതിന് കിട്ടുന്ന സന്തോഷം, പിന്നെ വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സന്തോഷം, അതൊക്കെ തന്നെയാണ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് മുന്നത്തെ വീഡിയോകളാണ് കേട്ടോ. ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും. അതിന് ശേഷം അതിൻ്റെ ഇടയിലൊക്കെ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ്. എന്നാലിത് വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസം അയക്കണം എങ്ങനെ ആയാലും. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ ഇട്ടതാണ് കേട്ടോ. മുഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കഞ്ഞിവെള്ളത്തിൽ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞതല്ല, അതൊക്കെ ചെയ്താലും പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് പിന്നെ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പോകും, പിന്നെ കുറേ കഴിഞ്ഞാൽ വീണ്ടും വരും. അങ്ങനെയൊക്കെ ഉണ്ട്, പോകുന്നില്ല നമ്മളെങ്ങനെ ഉണ്ടാക്കിയാലും. കയ്പ്പൊക്കെ അങ്ങനെ എന്തോ ജന്തുക്കൾ കുത്തിയിട്ട് അതിൻ്റെ പ്രാണികൾ വന്നിട്ട് മഞ്ഞ കളർ അയക്കണം, അതിൻ്റെ ഉള്ളിൽ പൊളിച്ചാൽ പുഴുവാണ് അയക്കാനും. പിന്നെ പയറൊക്കെ അങ്ങനെ ഇടയ്ക്കൊക്കെ കുറേശ്ശെ പയറും പിന്നെ കയ്പ്പയും ഇങ്ങനെ അധികം കിട്ടാറുണ്ട് കേട്ടോ. നമ്മൾ കുറേശ്ശൊക്കെ ചിലപ്പം നമ്മളില്ലാത്തുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. എന്നാലും ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വിഷമൊന്നുമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിലപ്പുറം വേറെ ഒന്നുമില്ല. തക്കാളിയും പച്ചമുളകും പയറും കക്കേരിക്കൊന്നും ഇപ്രാവശ്യം അങ്ങനെ നേരായി കിട്ടിയിട്ടില്ല. പിന്നെ ഓരോന്നിനും ഒരു സമയമുണ്ടല്ലോ. പിന്നെ കാലാവസ്ഥ തന്നെ നമ്മൾ വിചാരിച്ച പോലത്തെ കാലാവസ്ഥകളൊക്കെ ഒന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ പച്ചക്കറിക്കൊക്കെ നമ്മൾ അങ്ങനത്തെ വളങ്ങളും ഇതൊന്നും കൊടുക്കുന്നില്ലല്ലോ. ചിലപ്പം ചാണകം കലക്കി ഒഴിക്കും. അങ്ങനെ ചീരട്ട് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. ചീരൊക്കെ ഉണ്ടാക്കുമ്പോൾ ചാണകം പുണ്ണാക്കൊക്കെ ഒഴിച്ച് കൊടുക്കും. എല്ലാത്തിനും ഇതിനൊക്കെ നമ്മൾ പച്ചക്കറി വേസ്റ്റൊക്കെ തന്നെയാണ്. അതാ കയ്പ്പൊക്കെ കിടന്നിട്ട് പിന്നെ ഇപ്പം ഉണ്ടാവും. പിന്നെ കുറച്ചുകൊണ്ട് ഉണ്ടായിട്ട് വേഗം അതിൻ്റെ വള്ളിയാണ് കേടില്ല. ഇപ്പോൾ ഒക്കെ തോന്നുന്നു കാലാവസ്ഥേൻ്റെ തന്നെ അതാവും. അല്ലെങ്കിൽ കുറച്ചൊക്കെ പയറൊക്കെ ഒരുപാട് സമയം പയറൊക്കെ കിട്ടുന്നതാണ്. കുറേയൊക്കെ സമയമായിട്ട് അധികം കിട്ടൂല എന്നാലും. പിന്നെ ചീര തട്ടാം. അപ്പോൾ ചീരയൊക്കെ ഇതുപോലെ കക്കരിക്കോ ചീര ഇതുപോലെയൊക്കെ പറിച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അതിൽ കുറച്ച് പുണ്ണാക്കും പച്ചച്ചാണകം കൂടി ഒന്ന് കലക്കി വെച്ച് കൊടുത്തിട്ടാ. അപ്പോൾ പിന്നെ അതൊന്ന് ഉഷാറായി വന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ ചെടികളൊക്കെ അതിൻ്റെ ഇവിടെ കുറച്ചുണ്ട് കേട്ടോ. ഈ 10 മണികളൊക്കെ താഴെ വെച്ചിട്ട് കോഴിക്കളൊക്കെ അങ്ങനെ കുത്തി തിന്നിട്ട് ഇവിടെ വെച്ചതാണ്.
അപ്പോൾ ഇനിത് താഴെയാണ് കേട്ടോ. കുറച്ചൊക്കെ പയറൊക്കെ ഉണ്ടായി. ഇപ്പോൾ അതൊക്കെ പറിച്ചിട്ട് കേട്ടോ. ഇതൊക്കെ അന്ന് കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണ്. അതിൻ്റെ ഇടയിൽ മല്ലിക തൈയൊക്കെ അവിടെ ഉണ്ട്. പച്ചമുളക് ചീനമുളകാണത്. ആ വെള്ള ചീനമുളക് ഒക്കെ പൊഴുത്ത് നിന്നിട്ടൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത്. പിന്നെ താമര കേട്ടോ. പിന്നെ തക്കാളി, അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ നമ്മളൊക്കെ സന്തോഷത്തിനൊക്കെ കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. വഴുതനൊക്കെ ഉണ്ടാവുന്നൊക്കെ ഉണ്ട്. പിന്നെ ചീര കുറച്ച് ദിവസമൊക്കെ എടുത്തു. അതേമാതിരി പച്ചമുളക് ചീരൊക്കെ ഉണ്ടായിട്ടാ കുറച്ചൊക്കെ കിട്ടി. പിന്നെ പച്ചച്ചീരൻ്റെ ഒരു മെയിൻ പ്രശ്നം അതിന് ഒരു കുറച്ചിന് കഴിഞ്ഞൊരു വെള്ള പുള്ളി വരികയാണ്. പിന്നെ ഇപ്പം നമുക്ക് കുറേശ്ശൊക്കെ മതിയല്ലോ. അതിൻ്റെ ഇടയിൽ മുളകൊക്കെ ഉണക്കിയതാട്ടാ. മത്തനൊക്കെ പൂവിട്ടെന്ന് പറഞ്ഞാൽ ഒരൊറ്റ മത്തനും ഉണ്ടായിട്ടില്ല കേട്ടോ. പൂവിടുക, കായ ഉണ്ടാവുന്നുണ്ട്, അതങ്ങനെ പിന്നെ കൊഴിഞ്ഞു പോവുകയാണ്. എന്നിട്ടാ ചീരയൊക്കെ പറിച്ചെടുത്ത് നല്ല ടേസ്റ്റുള്ള ചീരയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ചീരയും കക്കരിക്കയും തക്കാളിയൊക്കെ പറിച്ചെടുത്തിട്ടാ. പിന്നെ ഇതൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇത് കണ്ട വെള്ളപ്പുള്ളി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പിന്നെ വിചാരിക്കും ഉണ്ടാക്കണ്ട വിചാരിക്കും. പിന്നെ വിചാരിക്കും ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ ഇതൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഉണ്ടാക്കും. ചിലപ്പോൾ എന്നുവെച്ചിട്ട് അങ്ങനെ വലിയ നല്ല ഇങ്ങോട്ട് ഉണ്ടാവുന്നൊന്നുമില്ല എന്നുള്ളൂ. നമ്മളെ ആവശ്യങ്ങളൊക്കെ കഴിയുന്നുണ്ട്. കയ്പ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ഇതിൻ്റെ മുന്നും പൊട്ടിച്ചിരുന്നു കേട്ടോ, അച്ചാറൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ പൊട്ടിക്കും. എപ്പോഴൊന്നും വീഡിയോയിൽ വിടൂല എന്ന് മാത്രം. തക്കാളി ഇട്ടി, പച്ചമുളക്, ഇത് പിന്നെ ഒരു ദിവസം പൊട്ടിച്ചാട്ടോ. അന്നത്തതല്ല, അങ്ങനെ ഓരോ ദിവസം പൊട്ടിക്കുന്നതാണ്. ഇത് വേറെ ദിവസം പൊട്ടിച്ചാട്ടോ. പച്ചമുളകും തക്കാളിയും അമരയും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ചെടികളാണ് കേട്ടോ. അതൊക്കെ ഇതിലിടയിൽ വീഡിയോ എടുക്കുമ്പോൾ പെടുന്നതാണ്. വഴുതന, പച്ചമുളക്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കാന്താരിയൊക്കെ ഉണ്ടെന്നാൽ ശരി, ബൈ. അസ്സലാമു അലൈക്കും.